ബിഗ് ബോസ് ലൈവിൽ അപ്പൊ ജയിൽ നോമിനേഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസ് ആർക്കെങ്കിലും സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കണമെന്നുണ്ടോ ജയിലിലേക്ക് പോകാൻ എന്നുള്ളത് ചോദിക്കുകയുണ്ടായി. പക്ഷെ ആരും എണീറ്റ് നിന്നില്ല. എന്നാൽ പിന്നെ നോമിനേറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ജിൻഡോനെയാണ്. ഫിസിക്കലി അറ്റാക്ക് ചെയ്തതും അതുപോലെ തന്നെ ഇന്നലെ ശരണ്യനെ ചെയ്തതും പ്രോപ്പർട്ടി ഡാമേജും ഒക്കെയാണ് റീസൺസ് ആയിട്ട് ജിൻഡോനെ പറ്റി പറഞ്ഞത്. അങ്ങനെ പവർ ടീം ജിൻഡോനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അൻസിബ ആദ്യം വന്നിട്ട് അഭിഷേക് ശ്രീകുമാറിനെയാണ് പറയുന്നത്. അവർ ഗെയിമിൽ അപ്പൊ അഭിഷേക് തള്ളിയിടുകയൊക്കെ ചെയ്തില്ല, ആ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ബിഗ് ബോസ് വീണ്ടും പറയും സജീവം അല്ലാത്തവരെയാണ് പറയേണ്ടത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അൻസിബേനെ സെൽഫ് നോമിനേറ്റ് ചെയ്യാം എന്നൊക്കെ പറയും. ബോസ് അപ്പൊ പറയും സെൽഫ് നോമിനേഷൻ ആദ്യം സമയം തന്നാണ്, ഇനി പറ്റില്ല എന്ന് പറയും. എന്നിട്ട് അൻസിബ വന്നിട്ടാണ് ജാസ്മിനെ പറയുന്നത് ജാസ്മിൻ കുക്കിങ്ങിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും 5 മിനിറ്റ് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു പോയാൽ വരാറില്ല എന്നുള്ളതും പിന്നെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പോയി വിളിക്കാൻ പറ്റാറില്ല എന്നുള്ളതും. അതുപോലെ തന്നെ ജിൻഡോ പാത്രം കഴുകിക്കോട്ടെ, ക്യാപ്റ്റനായിട്ട് ഞാൻ പാത്രം കഴുകാൻ പറഞ്ഞാൽ പോലും ജാസ്മിൻ കേൾക്കാറില്ല എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിനെ ഒരുപാട് അൻസിബ അവിടെ പറയുന്നുണ്ട്. അതാണ് ഈ പിന്നീട് പ്രശ്നമാവുന്നത്. പിന്നെ വരുന്ന നോറയും അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും ഒക്കെ ജാസ്മിനെ തന്നെയാണ് പറയുന്നത്. ജിൻഡോയും ശ്രീതുവും അതുപോലെ തന്നെ ജാസ്മിനെയാണ് പറഞ്ഞത്. റസ്മിനും അപ്സരയൊക്കെ സായിനെ പറയുകയുണ്ടായി. സിജോയും അർജുനൊക്കെ നന്ദനേനും പറയുകയുണ്ടായി. ഏറ്റവും കൂടുതൽ വോട്ടുകൾ അപ്പം നേടിയത് ജാസ്മിൻ തന്നെയാണ്. ജിൻഡോയും ജാസ്മിനും ആണ് അപ്പൊ ഇന്ന് ജയിലിലേക്ക് പോകുന്നത്.